നിഷ്കളം എന്ന് പറഞ്ഞാൽ ഒന്നും പറയാനും താല്പര്യമില്ല. അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കണം ഇപ്പം ഈ റെയിൽവേ പാളത്തിലേക്ക് പോയപ്പോഴും ഒരു കുറിപ്പ് പോലും എഴുതി വെക്കാതെ പോയത്. ഇങ്ങനെ ഒരു അവസ്ഥയിൽ എങ്ങനെയാണോ ഇത് സംഭവിച്ചെന്നുള്ളത് ഏതാണ്ട് വർഷങ്ങളായിട്ട് ഇവർ പീഡനം അനുഭവിച്ചെന്നുള്ളത്. ഈ ഷൈനി എന്ന പെൺകുട്ടി പീഡനം അനുഭവിച്ചിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ ഫെബ്രുവരി 28 ഏറ്റുമാനൂരിൽ ഷൈനി എന്ന യുവതിയും 2 മക്കളും ആത്മഹത്യ ചെയ്തത്, അതും ട്രെയിനിന് മുമ്പിൽ. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് ആർക്കും അറിയില്ലായിരുന്നു എന്തായിരുന്നു അതിന് പുറകിലുള്ള കാരണങ്ങൾ എന്താണെന്നുള്ളതൊന്നും. നമുക്ക് വളരെ വേദനാജനകമായിട്ടുള്ളൊരു കാര്യം തന്നെയായിരുന്നു ഷൈനിയുടെയും മറ്റ് 2 കുട്ടികളുടെയും മരണം എന്ന് പറയുന്നത്. അതിനകത്ത് നമ്മുടെ അതിരമ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റിന് എന്താണ് അതിനെക്കുറിച്ചുള്ള അഭിപ്രായം എന്ന് നമുക്ക് ചോദിക്കേണ്ടതുണ്ട്. എങ്ങനെയാണ് ഈ ഒരു സാഹചര്യത്തിലേക്ക് പോയത്? അല്ലെങ്കിൽ ജോലി സംബന്ധമായ പ്രശ്നമായിരുന്നോ, അതോ വീട്ടിലുണ്ടായിരുന്ന പീഡനങ്ങളായിരുന്നോ എന്നുള്ളതൊക്കെ നമുക്ക് അറിയേണ്ടിയിരിക്കുന്നു. അപ്പോൾ അതിരമ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ അഭിപ്രായം എന്താണ്, ഈ ഒരു വിഷയത്തിൽ എന്താണെന്നുള്ളത് നമുക്ക് ചോദിച്ചു നോക്കാം. അതിരമ്പുഴ പഞ്ചായത്തിലെ 12-ാം വാർഡിൽ വടകര എന്ന വീട്ടിൽ ഷൈനി എന്ന ഒരു പെൺകുട്ടി 2 കുട്ടികൾ 10ഉം 11ഉം വയസ്സുള്ള പെൺകുട്ടികളും റെയിൽവേ ട്രാക്കിൽ തീവണ്ടി അപകടത്തിൽ മരിക്കുകയാണ്. തീവണ്ടി അപകടമല്ല, തീവണ്ടി മുട്ടി മരിക്കാൻ ഇടയുണ്ടായി. എന്നെ സംബന്ധിച്ചിടത്തോളം പഞ്ചായത്ത് യാതൊരു പരാതികളും ഇവരെ സംബന്ധിച്ച് കിട്ടിയിട്ടില്ല. ഇവർക്ക് പല സ്ഥലങ്ങളിലും ജോലികൾ നിഷേധിക്കുകയും ജീവിക്കാൻ മറ്റു മാർഗങ്ങളില്ല എന്നുള്ളതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ മരണം സംഭവിച്ചെന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. അവിടെ ഭർത്താവ് കഴിഞ്ഞ ദിവസം തലേ ദിവസം വന്നിട്ട് പോവുകയും ഭർത്താവ് നിഷേധാത്മകമായ ഇടപെടൽ ഉണ്ടായതിൻ്റെ വെളിച്ചത്തിലാണ് എന്ന് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട്. അതിന് ഭർത്താവിനെ ഏറ്റുമാനൂർ പോലീസ് കേസെടുത്ത് അതിൻ്റെ നടപടികളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്, റിമാൻഡിൽ കഴിയുകയാണ്. അതുപോലെ നമുക്ക് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇത്രയും ഒരു കുടുംബപരമായിട്ട് തൊടുപുഴയാണ് ഇതിന് വിവാഹം കഴിച്ച് പോയിട്ടെങ്കിലും അവരുടെ വീട്ടുകാരുമായിട്ട് യാതൊരു സപ്പോർട്ട് ഈ കുട്ടിക്ക് കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. കുട്ടികൾ സാധാരണ നമ്മൾ ജീവിതത്തിൻ്റെ ഒരു ഭാഗത്ത് ഒന്നെങ്കിൽ ഭർത്താവിൻ്റെ വീട്ടുകാർ അന്വേഷിക്കുന്നില്ലെങ്കിൽ സ്വന്തം വീട്ടുകാരെങ്കിലും അന്വേഷിക്കേണ്ട ഒരു ചുമതല ഉണ്ടായിരുന്നു. അത് എന്താണ് എന്നറിയത്തില്ല. പക്ഷേ ഇപ്പോൾ ആ മരണപ്പെട്ട കുട്ടിയുടെ പിതാവ് വളരെ ജാഗ്രതയോടെ കേസിൻ്റെ ഇതിൻ്റെ എന്നാ പറയുന്നത് കേസെടുക്കാനും മറ്റു കാര്യങ്ങളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് സ്വന്തം വീട്ടിലും ഭർത്താവിൻ്റെ വീട്ടുകാർ യാതൊരു സപ്പോർട്ടും ഇല്ലാത്തതിൻ്റെ നിരാശകൊണ്ടാണ് ഈ മരണം സംഭവിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ അവർ തൊട്ടടുത്ത അവിടെ അസീസി പള്ളിയുണ്ട്, ആ പള്ളിയിൽ ഡെയിലി പോയിക്കൊണ്ടിരിക്കും. ഒരു 5 മിനിറ്റ് നടന്നാൽ അവരുടെ പള്ളിയിൽ ചെല്ലാം. പക്ഷേ ആ പള്ളിയിൽ പോയിട്ട് അച്ഛന്മാരോട് പോലും ഈ കഥകൾ പറഞ്ഞിട്ടില്ലെന്നുള്ളതാണ്. അതാണ് അച്ഛന്മാർ ഞാനവിടെ ഡെഡ് ബോഡി കൊണ്ടുവന്നപ്പോൾ ഞാനവിടെ ചെന്നപ്പോൾ അച്ഛന്മാർ ഒത്തിരി പേരുണ്ട്. പക്ഷെ അവരോട് ഞാൻ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങളോട് ഇങ്ങനെയുള്ള അവസ്ഥ പറഞ്ഞിട്ടില്ലെന്നുള്ളതാണ്. എന്തെങ്കിലും നമുക്കൊരു വിഷമം ഉണ്ടാകുമ്പോൾ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ആരോടെങ്കിലും പറഞ്ഞു തീർന്നു കഴിഞ്ഞാൽ നമുക്ക് ശാന്തമാണ്. മനസ്സ് ശാന്തമായി കഴിഞ്ഞാൽ നമ്മളെ ഒരു പ്രേരണയിൽ നിന്ന് നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. ഇപ്പം ആരോടെങ്കിലും തലേ ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച മുമ്പ് ആരോടെങ്കിലും ഇവരുടെ അവസ്ഥ പറയുകയാണെങ്കിൽ തീർച്ചയായും അവരെ സഹായിക്കാനായിട്ട് ധാരാളം ആളുകൾ കൂടിയുണ്ട്. പ്രത്യേകിച്ച് ഞങ്ങളെപ്പോലുള്ളവരുടെ ഒരിക്കലും ഇത് അറിയുമായിരുന്നെങ്കിൽ ഞങ്ങൾ എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കിയാണ്. സാധാരണ ഇപ്പോൾ ആളുകൾ വരുന്നുണ്ട്, ഒത്തിരി പ്രശ്നങ്ങളുള്ള ആളുകൾ വരുന്നുണ്ട്, മാതാപിതാക്കളെ നോക്കാത്ത ആളുകൾ വരുന്നുണ്ട്, മക്കളെ നോക്കാത്ത ഏതെല്ലാം, പിന്നെ മദ്യത്തിനടിമയായവരും കഞ്ചാവിനടിമയുള്ള ആളുകളൊക്കെ ഈ ഞങ്ങളുടെ പഞ്ചായത്തിൽ വരുന്നുണ്ട്. അവരെല്ലാം സഹായിക്കുന്നുണ്ട്. ഒത്തിരി പ്രസ്ഥാനങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഇപ്പോൾ കോട്ടയം ജില്ലയിൽ തന്നെ ഇപ്പോൾ അതിരമ്പുഴയിൽ നിന്ന് തന്നെ പാമ്പാടിയിലൊരു കേന്ദ്രമുണ്ട്, അഭയകേന്ദ്രമുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഞങ്ങൾ ആളുകളെ പറഞ്ഞു വിട്ടുകൊണ്ടിരിക്കുക. നമ്മൾ കത്ത് കൊടുത്തു വിട്ടാൽ മതി, അല്ലെങ്കിൽ പോലീസിൻ്റെ സഹായം കൂടെ മേടിച്ചാൽ മതി, നമുക്ക് അവരെയൊക്കെ സഹായിക്കാം. അപ്പം ഇങ്ങനെ ഒരു അവസ്ഥയിൽ എങ്ങനെയാണോ ഇത് സംഭവിച്ചെന്നുള്ളത് ഏതാണ്ട് വർഷങ്ങളായിട്ട് ഇവർ പീഡനം അനുഭവിച്ചെന്നുള്ളത്. ഈ ഷൈനി എന്ന പെൺകുട്ടി പീഡനം അനുഭവിച്ചിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് അതിൻ്റെ നിയമപരമായ നടപടി നടക്കട്ടെ, അത് നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ. അച്ഛൻ്റെ പേര് പറയുന്നുണ്ടെങ്കിലും അത് ഇപ്പോഴത്തെ സംവിധാനത്തിൽ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ നടക്കുമെന്ന് തോന്നില്ല.
അതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു സഭയല്ലേ, സഭയ്ക്കെതിരെ ആരും ഇടപെടാറില്ല. എനിക്ക് തോന്നുന്നു ഈ ഓസ്ട്രേലിയൻ അവിടെ അച്ഛനെ അവിടെ നിർത്തിയല്ല അവർ, അവിടുന്ന് പറഞ്ഞുവിടാനുള്ള സാധ്യത വിട്ടിട്ടുണ്ട്. അവിടെ ശക്തമായി അവിടുത്തെ മലയാളി സമൂഹം ഒറ്റക്കെട്ടാണ്. അവിടെ ഞങ്ങളുടെയൊക്കെ പിള്ളേർ, എൻ്റെ പിള്ളേർ അവിടെയുണ്ട്, ഓസ്ട്രേലിയയിലുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളിവിടെ നിർത്തിയാൽ അച്ഛനെ വായിക്കുന്നത്. പക്ഷേ ഇവിടുത്തെ സമൂഹം വേറെ സംവിധാനത്തിലാണ് നിൽക്കുന്നത് കൊണ്ട് നമുക്കതിപ്പോൾ തുറന്നു പറയാൻ ബുദ്ധിമുട്ടുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്നത് കരിങ്കുന്നം ഗ്രാമപഞ്ചായത്തിന് മുൻപിലാണ്. ഷൈനിയും 2 മക്കളും ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഗ്രാമപഞ്ചായത്തിലെ പ്രസിഡന്റായ തോമസ് നമ്മുടെ കൂടെ ഇന്ന് സംസാരിക്കാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ്. അദ്ദേഹം ആ ഒരു ഷൈനി എന്ന് പറയുന്നവരുടെ ആ ഒരു എന്താ പറയുക നാട്ടുകാരൻ കൂടിയാണ്. അപ്പോൾ അദ്ദേഹത്തിന് എന്താണ് ഈ ഒരു കാര്യത്തിൽ സംസാരിക്കാനുള്ളത്? എന്തായിരുന്നു അവർ ഇങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് പോകാൻ കാരണം? അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കുടുംബത്തിലെ പ്രശ്നങ്ങൾ, അതുപോലെ മാനസിക പീഡനം, ശാരീരിക പീഡനം എല്ലാം ആ ഭർത്തൃ വീട്ടിൽ നിന്നും അനുഭവിച്ചൊരു സ്ത്രീ കൂടിയാണ് ഈ ഒരു കടുങ്കൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളാണോ ഈ ഒരു ആത്മഹത്യയിലേക്ക് അവരെ നയിച്ചത്? അത് മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടോ? ഒരു നാട്ടുകാരനും കൂടിയായിട്ടുള്ള ഈ പ്രസിഡന്റ്, അദ്ദേഹത്തിന് എന്താണ് ഈ ഒരു വിഷയത്തിൽ സംസാരിക്കാനുള്ളത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ ഷൈനി വധക്കേസിൽ ഇപ്പോൾ സാറ് ഒരു അയൽവാസി കൂടിയാണ്, അപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റും കൂടിയാണ്. അപ്പോൾ എന്താണ് ഈ ഒരു മരണത്തെക്കുറിച്ച് കൂടുതലായിട്ട് ഡീറ്റെയിൽസ് എന്താണ് അറിയുന്നത്? കൂടുതലായിട്ട് ഡീറ്റെയിൽസ് ഒന്നും പഴയത് വ്യത്യസ്തമായി അറിയില്ല. ഇതോടെ അവിടെ കുടുംബ വഴക്കുണ്ടായിരുന്നുവെന്നും ഭർത്താവ് മർദ്ദിക്കുമായിരുന്നുവെന്നും ഒക്കെ സംബന്ധിച്ചു അത് ഈ ഷൈനി പോയതിന് ശേഷമാണ് വ്യക്തമായിട്ട് നമുക്കറിയാൻ പറ്റുന്നത്. അതിന് മുമ്പ് പല രീതിയിലും അറിഞ്ഞില്ല. ഷൈനിയുടെ കുടുംബക്കാരോട് ചോദിച്ചാൽ പോലും അവർ പറഞ്ഞിരുന്നില്ല. പക്ഷെ എന്തായാലും അവിടെ ചെറിയ മർദ്ദനം ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് പിന്നീട് പല കാര്യങ്ങളൊന്നും അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. ഷൈനി അങ്ങനെ ഒരു വൈകുന്നേരം അവിടെ ഇതിങ്ങനെ പ്രശ്നം ഉണ്ടായ സമയത്ത് അവിടെ അവരെ പുറത്തുനിന്നൊക്കെ ആൾക്കാരുണ്ടായിരുന്നു, അതായത് അവരുടെ സ്വന്തക്കാർ തന്നെ ഉണ്ടായിരുന്നു. അവരുടെ വീട്ടിൽ പോയി പറഞ്ഞു. അങ്ങനെ ഷൈനിയെ കൊണ്ടുപോയാൽ ഇത്. പക്ഷെ അതിന് ശേഷമാണ് ഇങ്ങനെ അവിടെ സ്ഥിരമായിട്ട് മർദ്ദനം ഉണ്ടായിരുന്നുവെന്നും അല്ലെങ്കിൽ ഷൈനിയുമായി നല്ല ടേംസ് അല്ലായിരുന്നു എന്നൊക്കെ അറിയാൻ കഴിഞ്ഞത്. അതിനകത്തിപ്പം ഒരു അയൽവക്കക്കാരൻ എന്നുള്ള രീതിയിൽ, ഷൈനി അറിയാവുന്നയാളെന്നുള്ള രീതിയിൽ എന്തിന് വഴക്കുണ്ടായി എന്നുള്ളൊരു കാരണം ഇപ്പോഴും ആർക്കും അറിയില്ല. സത്യത്തിൽ എന്താണ് കാരണമെന്ന് ആർക്കും അറിയില്ല. ഭർത്താവ് മാത്രമായിട്ടുള്ള പ്രശ്നമാണ്. ഭർത്താവ് മർദ്ദിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം എന്താണ് എന്ന് ഇപ്പോഴും അറിയില്ല. അത് പോലീസിൻ്റെ അന്വേഷണ പരിധിയിൽ നിൽക്കുകയാണ്. ഫോൺ കണ്ടുകിട്ടിയിട്ടുണ്ട്. ഒരുപക്ഷെ ആ ഫോൺ പരിശോധിച്ചാൽ കണ്ടുകിട്ടാൻ സാധ്യതയുണ്ട്. എന്തായാലും ഷൈനി 100% നിരപരാധിയും ഒരു രീതിയിലൊരു തെറ്റും ഈ 12 വർഷമായിട്ട് ചെയ്യാത്തതും സ്വന്തം കുടുംബത്തെ കൃഷി ചെയ്ത് നോക്കുകയും അതോടൊപ്പം തന്നെ ഈ നോബിയുടെ സപ്പോർട്ടും ആ രീതിയിൽ നോബിയുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നതായിരുന്നു സാമ്പത്തികമായി. കാരണം ഷൈനി കുടുംബശ്രീ എടുത്ത ലോൺ അത് എല്ലാ മാസവും 22 മുതലുള്ള ലോണുണ്ട്. അത് ഷൈനി പോകുന്ന ആ സമയം വരെ കൃത്യമായിട്ട് അടച്ചുകൊണ്ട് വരുന്നതാണ്. പോയി കഴിഞ്ഞതിന് ശേഷം കുടുംബക്കാർ പറഞ്ഞു അത് എനിക്ക് ആവശ്യത്തിനെടുത്തല്ല എന്നവർ പറയുന്നുണ്ടെങ്കിലും അതുവരെ ഷൈനി അവരുടെ സപ്പോർട്ടോടുകൂടി തന്നെയാണ് അടച്ചുകൊണ്ടിരുന്നത്. പിന്നെ സാമ്പത്തികപരമായിട്ടാണെങ്കിലും വീട്ടുകാരെ എങ്ങനെയായിരുന്നു? ഈ ലോൺ അടയ്ക്കാൻ പ്രാപ്തിയുള്ള ഒരു കുടുംബം തന്നെ. തീർച്ചയായിട്ടും. ഇപ്പൊ ഇത്തരത്തിൽ പ്രശ്നം ഉണ്ടായി എന്ന് പറയുമ്പോൾ ആ ഒരു കുടുംബത്തിൽ ഒരു അച്ഛനുണ്ടെന്നുള്ളത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടിയാണ്. അപ്പൊ ആ അച്ഛനെ എന്തുകൊണ്ട് ഈ ഒരു പ്രശ്നത്തിൽ ഇടപെട്ട് തീർപ്പാക്കിക്കൂടായിരുന്നു? കാരണം അച്ഛനെന്ന് പറയുന്ന ഒരു സമൂഹത്തിൽ തന്നെ അല്ലെങ്കിൽ ഒരു സഭയെ തന്നെ നിയന്ത്രിച്ചു കൊണ്ടുപോകുന്ന ഒരു വ്യക്തി കൂടിയാണ്, സമൂഹത്തിൽ മാതൃകയാവേണ്ട ഒരാളും കൂടിയാണ്. എന്നിട്ട് അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ തന്നെ ഇത്തരത്തിലൊരു പ്രശ്നം നടന്നു എന്ന് പറയുമ്പോൾ അത് ശരിയാണ്. എൻ്റെയും അഭിപ്രായം അത് തന്നെയാണ്. ഒരു പുരോഹിതൻ ഒരു കുടുംബത്തിലുണ്ടെങ്കിൽ ആ പുരോഹിതന് തന്നെയാണ് ആ കുടുംബത്തിൽ വിലയുള്ള ആൾ. അതായത് മാതാപിതാക്കൾ പോലും അദ്ദേഹത്തെ ബഹുമാനിക്കുകയും അത് അവസാനത്തെ വാക്ക് കേൾക്കുകയും ചെയ്തു. അപ്പം ഇങ്ങനെയുള്ള ഒരു വിഷയം, അതായത് ആ കുടുംബത്തിലെ വിഷയം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, ഈ ഭാര്യയും ഭർത്താവും അല്ലെങ്കിൽ ഭർത്താവും മർദ്ദിക്കുന്നതിന് ഒരു കാരണം കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ ഒരു കാരണവും ജനങ്ങളുടെ മുമ്പിലേക്ക് വന്നിട്ടില്ല. അപ്പം സ്വാഭാവികമായും അത് നിർത്തിക്കാൻ അച്ഛനെ കൊണ്ട് ഒരു പക്ഷേ സാധിക്കുമായിരുന്നു. കാരണം ഒന്ന്, അച്ഛൻ ജ്യേഷ്ഠനാണ്, നോബിയുടെ സ്വന്തം ജ്യേഷ്ഠനാണ്. 2, ഒരു പുരോഹിതനാണ്. അപ്പോൾ സ്വാഭാവികമായും അങ്ങനെ ഒരു സംഭവം വക്കീലാണ്, അത്യാവശ്യം വിദ്യാഭ്യാസമുള്ള ആളാണ്. അതിനുശേഷം ആൾ LLB ഒക്കെ എടുത്തിട്ടുള്ളതാണ്. അദ്ദേഹത്തിന് അറിവിൻ്റെ ഒന്നും കുറവുമില്ല. അപ്പോൾ ആ രീതിയിൽ എന്തുകൊണ്ട് അദ്ദേഹം ഒരു താല്പര്യം എടുത്തിട്ടില്ല എന്നുള്ളത് എപ്പോഴും അറിയില്ല. അത് കൂടുതൽ അന്വേഷണത്തിന് അറിയാവുള്ളൂ. എന്തായാലും നാട്ടുകാരുമായിട്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അച്ഛൻ വഴി വീട്ടിൽ വരുന്നുണ്ട്, പോകാറുണ്ട്. അച്ഛന് ഇരുന്നതും ഇപ്പോഴാണ് ഓസ്ട്രേലിയക്ക് പോയി അടുത്തടുത്ത ഇടവകളിൽ കൂടെ, അടുത്തല്ല മറ്റക്കര പോലുള്ള ഇടവകളിൽ കൂടിയൊക്കെയാണ് അച്ഛൻ ഇരുന്നത്. പിന്നെ ഒരു വക്കീലിൻ്റെ അറിവ് അദ്ദേഹത്തിനുണ്ട്. കുടുംബശ്രീയുടെ പ്രശ്നത്തിൽ മാത്രം ഒരു പ്രതിഷേധമുണ്ട്. കാരണം ഈ ഷൈനി തന്നെ പറഞ്ഞു, കുടുംബശ്രീക്കാർ അങ്ങോട്ട് ഫോൺ വിളിച്ചിട്ട് ചോദിച്ചായിരുന്നു പൈസയുടെ കാര്യം എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ എന്നെക്കൊണ്ട് ഇനി നിർവാഹമില്ല, ഞാൻ വീട്ടുകാർക്ക് വേണ്ടി എടുത്ത ലോണാണെന്ന് അറിയാമായല്ലോ നിങ്ങൾക്ക്,
അപ്പം നിങ്ങളൊരു കാര്യം ചെയ്യും, ഒരു പരാതി പോലീസ് സ്റ്റേഷനിൽ കൊടുക്കുക, അപ്പം എന്നെയും വിളിക്കട്ടെ അവരെയും വിളിക്കട്ടെ എന്നുള്ള അർത്ഥത്തിലാണ്. അങ്ങനെ ഒരു പരാതി അവർ കൊടുത്തപ്പം പോലീസ് സ്റ്റേഷനിൽ 2 കൂട്ടരും വന്നു, ഈ അച്ഛനും വന്നു. അച്ഛനും വന്നിട്ട് അവസാനം ആ കേസ് കോടതിയിലേക്ക് പോട്ടെ എന്ന് പറഞ്ഞ് അച്ഛൻ പോയത് എന്നാണ് എനിക്ക് കിട്ടിയത്. എന്നെ വിളിച്ചില്ല, പോയില്ല. ആ കേസ് ഞാൻ ഈ പഞ്ചായത്തിൽ വിളിച്ച് സെറ്റിൽ ചെയ്യുകയും ചെയ്തു. ഇപ്പൊ ഈ ഷൈനി എന്ന് പറയുന്ന ഇവരാണെങ്കിൽ തന്നെ 2 മക്കളെയും കൂട്ടിയിട്ടാണ് ആത്മഹത്യ ചെയ്തത്. അപ്പൊ അവരാണെങ്കിലും ഈ ഭർത്തൃ വീട്ടിലാണെങ്കിലും ഒരുപാട് പീഡനങ്ങൾ അനുഭവിച്ച് അത്രയും സഹിക്കാനുള്ള ഒരു ശേഷി എന്ന് പറയുന്നത് അവർക്കുണ്ട്. അപ്പോൾ നിസ്സാര കാര്യത്തിന് ഒരിക്കലും അവരിങ്ങനെ ചെയ്യില്ലല്ലോ. കാരണം അത് സ്വന്തം മക്കളെ 2 പേരെയും കൂട്ടിയിട്ട് ഇങ്ങനെ ആത്മഹത്യ ചെയ്യാൻ വെക്കില്ലല്ലോ. അതാണ്, അത് മരിച്ച അന്ന് തന്നെ പിന്നെ ഷൈനിയായിട്ട് ഒരുപാട് നമുക്ക് ഫോൺ വിളി അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. 2 കാര്യങ്ങളൊക്കെ ഇടപെട്ടില്ല, പിന്നെ ഒന്നുമില്ല. അപ്പോൾ അങ്ങനെ ഒരു അറിവും നമുക്കില്ലായിരുന്നു. പക്ഷെ മരിച്ചു എന്നറിഞ്ഞപ്പോൾ തന്നെ അന്ന് തന്നെ വൈകിട്ട് ഞങ്ങൾ 2-3 പേര് കൂടി അവിടെ പിടിച്ചെന്നാണ്. അപ്പോൾ അവരുടെ ആ നാൾ വഴിയിലൂടെ അവരുടെ സംസാരത്തിൽ നിന്നും പ്രത്യേകിച്ചൊന്നും അന്ന് സംഭവിച്ചതായിട്ട് പറഞ്ഞില്ല. ജോലി പലയിടത്തും നോക്കിയിട്ട് കിട്ടിയിട്ടില്ല എന്ന് സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ പിന്നെ അവർ പറഞ്ഞത് അവസാനം ഷൈനി എവിടെയെങ്കിലും കുട്ടികളെ ഹോസ്റ്റലിൽ നിർത്തിയിട്ട് ബോംബെ പോലുള്ള സ്ഥലത്ത് അവിടെയായിരുന്നു ഷൈനി അത് ജോലി ചെയ്തത്. അങ്ങോട്ട് പോകണമെന്നൊക്കെ പറഞ്ഞ് അന്വേഷിക്കാൻ പോയായിരുന്നു തലേദിവസം എന്നൊക്കെ പറഞ്ഞു. അത് നമുക്ക് പരിമാനിക്കാൻ പറ്റും. കാരണം 2 കൊച്ചു പെൺപിള്ളേർ 11-10 വയസ്സുള്ള പിള്ളേരെ വീട്ടിൽ അമ്മയും പ്രായമാണെങ്കിലും നമുക്ക് എത്ര പ്രായമായാലും മക്കളെ ഏൽപ്പിക്കാൻ പറ്റുന്ന ഒരു അത്ര വലിയ പ്രായമുള്ള ആളൊന്നുമല്ല. എന്തുകൊണ്ടാണ് അത് അങ്ങനെ ചെയ്തെന്നറിയില്ല. ഇങ്ങോട്ടേതായാലും ഏൽപ്പിക്കാൻ പറ്റിയിട്ടില്ല. അവിടെയും നിർത്താതെ ഹോസ്റ്റലിൽ നിർത്തിയിട്ട് വേണം പോകാൻ, അതായിരിക്കും സേഫ് എന്ന് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഷൈനിക്ക് മാത്രമേ അതിൻ്റെ കാരണങ്ങൾ അറിയാൻ പറ്റുള്ളൂ. പിന്നെ പലരുമായിട്ടും പുള്ളിക്കാരത്തി ഫോണിലൂടെ ഷെയർ ചെയ്തതായിട്ടൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ കേട്ടത് കാരണമൊന്നും പറഞ്ഞിട്ടില്ല. എനിക്ക് ഒരിടത്തും കിട്ടണമെങ്കിൽ നിർത്താൻ സമ്മതിക്കുന്നില്ല എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പം അതൊക്കെ ഇപ്പോൾ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ പോലീസിന് ഫോൺ കിട്ടിയിട്ടുണ്ട്. ആ പോലീസിന് തലേദിവസത്തെ ഫോൺ സംഭാഷണങ്ങളിൽ കൂടെയൊക്കെ അല്ലെങ്കിൽ ആർക്കെങ്കിലുമൊക്കെ മെസ്സേജ് പാസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ അന്വേഷിച്ചിട്ട് അറിയാൻ പറ്റും. ഇനിയിപ്പോൾ നമ്മൾ ഇവിടെയുള്ള നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ അറിയാമല്ലോ, ഷൈനി എന്ന് പറയുന്ന ആൾ പോയി, ഷൈനിയുടെ 2 കൊച്ചു കുട്ടികളും പോയി. ഷൈനിക്ക് വേണ്ടി സംസാരിക്കാൻ ഇപ്പം തന്നെ ആരും ഇപ്പം എന്നോട് പറഞ്ഞല്ലോ, അയലോക്കത്ത് ചെന്നപ്പോൾ ഈ പറഞ്ഞതുപോലെ ആൾക്കാർക്ക് താല്പര്യമില്ല. കാരണം എന്ന് വെച്ചാൽ അത് ഒരുപാട് പ്രതിബന്ധങ്ങൾ ഉണ്ടാക്കുന്ന കാര്യമാണ്. ഇപ്പം തന്നെ എന്നെ ആദ്യം മറുനാടൻ മലയാളി ആ സംസ്കാര ചടങ്ങ് നടത്തിയപ്പം എന്നോട് അതിന് ബൈറ്റ് ചോദിച്ചു. ഞാനത് കൊടുത്തില്ല മനഃപൂർവ്വം. കാരണം അന്നേരം ഒരു വൈകാരികത വേണ്ട എന്ന് വിചാരിച്ചു. രണ്ടേ വല്ലാത്ത എനിക്ക് കൃത്യമായിട്ടൊന്നും അറിയില്ല. അതിനെ അവർ ക്രിറ്റിസൈസ് ചെയ്തു. പ്രസിഡന്റ് മുങ്ങി നടക്കുക, ഒന്നും പറയാൻ സമ്മതിക്കുന്നില്ല എന്നാന്ന് പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ബാക്കി ബൈറ്റുകളൊക്കെ കൊടുത്തത്. അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്നറിയോ, ആരെങ്കിലുമൊക്കെ നമുക്ക് സ്വന്തമായ ശത്രുക്കളും കാണും, അതുപോലെ തന്നെ അവരെ സപ്പോർട്ട് ചെയ്യുന്നവർ കാണും, അവരുടെ കുടുംബക്കാർ കാണും. കുടുംബക്കാർ എൻ്റെ അറിവിൽ ഇവിടെയുള്ള ആരുമില്ല. ഇന്ന് തന്നെ അച്ഛനല്ല ഒരാൾ, അദ്ദേഹം ഒരു കോളേജ് അധ്യാപകനായിരുന്നെങ്കിലും പല കാരണം കൊണ്ട് ഇവിടുന്ന് പോവുകയും 4 വർഷമായി നാട്ടിലേക്ക് വന്നിട്ടുമില്ല. 4 വർഷമായി അദ്ദേഹത്തിന് പേര് പോലീസ് പല പ്രാവശ്യം എന്നോടൊന്ന് ചോദിച്ചിട്ടുണ്ട്. അവർ തന്നെ ഉണ്ടാക്കിയ കാര്യങ്ങൾ, അവരാരെയൊക്കെ കൊണ്ടുവന്ന് അവിടെ താമസിപ്പിച്ചു, അവരുമായിട്ട് കേസുണ്ടായി. ഇതൊന്നും നമുക്ക് യാതൊരു ബന്ധമുള്ളതല്ല. ഞാനും BJF സാറിനോടെ പോയി ആ വീടിന് ഒരു കല്ലിടാൻ കൂടി എന്നുള്ളതല്ല, കല്ലിട്ടല്ല വീടും പെടുന്നില്ല. പക്ഷെ അതിപ്പോ ചേരി കുടുംബയോഗത്തിന്റെ പ്രസിഡന്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം എനിക്കെതിരെ വളരെയധികം മോശമായ രീതിയിൽ വാട്സപ്പിൽ ഇട്ടിട്ടുണ്ട്. ഇതാണ് ആരും പ്രതികരിക്കാൻ തയ്യാറാകാത്തത്. കാരണം പ്രതികരിക്കുമ്പോൾ പേഴ്സണൽ അറ്റാക്ക് ഇങ്ങോട്ട് വരുവാണ്. അപ്പോൾ ഇത്രയും കോടിക്കണക്കിന് ജനങ്ങൾ ഇത് കാണുന്നതെന്ന് ഞാൻ വിചാരിക്കുക, അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്നുണ്ട്. അപ്പം അതിൽ ഒരാൾ ഫേസ്ബുക്കിൽ ആർക്കും കയറി പോസ്റ്റ് ചെയ്യാം. അപ്പോൾ പോസ്റ്റ് ചെയ്യുമ്പോൾ നമ്മളെപ്പറ്റി മോശമായ രീതിയിൽ ചിത്രീകരിക്കുന്നു, അങ്ങനെയാണെന്ന് പറയുമ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇപ്പം ഇന്ന് എന്തുകൊണ്ടാണ് നിങ്ങളവിടെ ചെന്നപ്പോൾ ആരും പ്രതികരിക്കാത്തത്? ഞാൻ പ്രതികരിച്ചതല്ല, ഞാൻ ഉണ്ടായ സത്യങ്ങളെ പറയുക എന്നുള്ളതിൻ്റെ ഉത്തരവാദിത്വമായിട്ട് ഞാൻ പറഞ്ഞു. അപ്പം അതിനെതിരെ അദ്ദേഹം വളരെ മോശമായി. അത് എന്നെയല്ല, അദ്ദേഹം പണ്ടുപോലെ സഭേനയും കാര്യങ്ങളൊക്കെ ഒരുപാട് പറയുന്ന ആളാണ്. ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന്. ഞാനിപ്പോഴും പഞ്ചായത്തിൻ്റെ പ്രസിഡന്റായിട്ട് തന്നെ ഇരിക്കുക. ഞാൻ ഒരുപാട് ആരോപണങ്ങൾ, ഇതിനെ എല്ലാവർക്കും ഒരുപക്ഷെ തിരിച്ചു പറയാനുള്ള വേദി കിട്ടില്ല. ഈ പറയുന്ന മനുഷ്യൻ 4-5 വർഷമായിട്ട് ഈ പ്രദേശത്ത് നിന്ന് പോയതാ പോലീസ് കേസുള്ളതുകൊണ്ട്. ഇപ്പം അദ്ദേഹം അഡ്രസ്സ് കൊടുത്തേക്കുന്നതിന് നേപ്പാള് എന്നൊക്കെ പറഞ്ഞാണ് കൊടുത്തേക്കുന്നത്. വ്യക്തമായിട്ട് അറിയില്ല. അദ്ദേഹം ഈ സ്ഥലത്ത് വരട്ടെ, ഈ സ്ഥലത്ത് വന്നിട്ട് ഒരു പരാതി കൊടുക്കുക, അല്ലെങ്കിൽ എന്തോ ചെയ്യട്ടെ. കാരണം നമുക്കറിയാം, ഫേസ്ബുക്കിലൂടെ വരുന്നതിനൊന്നും വലിയ ആധികാരികതയൊന്നും ഇല്ലെങ്കിലും ആളുകളെ താഴ്മൊഴിയിരിക്കാൻ പറ്റും. അങ്ങനെ സംവിധാനം ഉള്ളത് കൊണ്ടാണ് ഒരു തിന്മ നടന്നാലും ആരും പ്രതികരിക്കാത്തത്. അതാണ് എൻ്റെ കാര്യം. ഇപ്പം ഞാൻ അവിടെ ചെന്നപ്പോൾ ആരും പറഞ്ഞില്ല എന്ന് പറഞ്ഞ കാര്യം എന്തും ആർക്കും എഴുതി വിടാമല്ലോ. കഥകൾ ഉണ്ടാക്കാൻ വലിയ പാടില്ല. പക്ഷെ നമുക്ക് ചില സത്യങ്ങൾ അറിയാവുന്ന രീതിയിൽ അറിയാവുന്ന പോലെ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്ന സംഭവം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അതിനകത്ത് പക്ഷം ചേരാനൊക്കെ ചിലപ്പോൾ ആരെങ്കിലും കാണും. ഈ
എന്താ ഒരു സഹോദരൻ അച്ഛനാണെന്ന് പറയുമ്പോൾ ഈ ഒരു സഭ എല്ലാവരും ഈ ന്യായത്തിന്റെ പക്ഷത്ത് നിൽക്കാതെ എല്ലാവരും അച്ഛന്റെ കൂടെ നിൽക്കുന്നത് അത് ഒരിക്കലും ന്യായപരമായിട്ട് നമുക്ക് ആർക്കും തോന്നുന്നില്ലല്ലോ അല്ലെ? കാരണം നീതി ലഭിക്കണല്ലോ അത് ആർക്കാണെങ്കിലും. ഇവിടെ അച്ഛൻ സഭ എന്നൊന്നുമില്ല. നമ്മൾ അച്ഛൻ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അച്ഛനൊരു അംഗീകാരവും ഒരു ബഹുമാനവും ജനം കൊടുക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പം ആ അച്ഛൻ അവിടെ ഉള്ളപ്പോൾ അച്ഛനെ കൊണ്ട് തീർക്കാൻ പറ്റുന്ന പ്രശ്നങ്ങൾ, കാരണം ഞങ്ങളൊക്കെ പഞ്ചായത്തിലേക്ക് വരുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ഇവിടെ ജാഗ്രതാ സമിതികളുടെ സമിതികളുണ്ട്, കൗൺസിലിങ്ങിന് പറ്റിയ ആൾക്കാരുണ്ട്, ഒക്കെ പറഞ്ഞ് ചെയ്യാറുണ്ട്. ഇതിൻ്റെ ഒന്നും ഒരു ആവശ്യം ഒരു കുടുംബത്തിലില്ല. കാരണം അച്ഛനുണ്ട്, 2 സിസ്റ്റേഴ്സുണ്ട്. അപ്പോൾ ഇവർക്ക് പരിഹരിക്കാവുന്ന കാര്യം ഉണ്ടായിരുന്നുള്ളൂ. ഒരുപക്ഷെ അവർ ഇതിൻ്റെ ഇത്രയും ഒക്കെ സംഭവിക്കുമെന്ന് അറിയാത്തത് കൊണ്ടായിരിക്കും. എന്ത് കാരണം കൊണ്ടാണേലും അവർക്ക് തീർക്കാൻ പറ്റുന്ന പ്രശ്നങ്ങളെ ഉണ്ടാകുള്ളൂ. അതിനുള്ള പ്രശ്നങ്ങളെ ഉള്ളൂ അവിടെ. അപ്പം അത് ചെയ്യാത്തതിൻ്റെ കാര്യം ഇതാ. പിന്നെ എന്തുകൊണ്ടാണ് ആരും അയലോകത്ത് കയറിയപ്പം ഒരാൾ വാട്സപ്പിട്ടുള്ള കയറി പ്രസിഡന്റ് അന്വേഷിക്കാൻ മേലായിരുന്നു അവിടെ എന്ത് ഒക്കെ നടക്കുന്നതെന്നൊക്കെ ചോദിച്ചാൽ നമുക്ക് പറ്റില്ല. നമ്മുടെ സംവിധാനം അനുസരിച്ച് ഒരു വീട്ടിൽ കയറി ഇവിടെ പീഡനങ്ങൾ നടക്കുന്നുണ്ടോ ചോദിക്കാൻ കൊള്ളില്ല. ഒന്നാൽ ഇതിൻ്റെ 10 ഇരട്ടി രീതിയിലുള്ള കാര്യങ്ങളായിരിക്കും ഇങ്ങോട്ട് വരിക. ഞാൻ പരാതി കിട്ടിയിട്ടും തന്നെയല്ല. ഞാൻ പറഞ്ഞല്ലോ, ഈ ഷൈനി ആകപ്പാടെ ബന്ധമുള്ളത് എന്ന് പറഞ്ഞാൽ കുടുംബശ്രീയായിട്ട് ബന്ധമുണ്ട്. രണ്ടാമത്തെ ബന്ധം ഈ പഞ്ചായത്തിൽ ഒരു പാലിയേറ്റീവ് കെയർ ഉണ്ട്. പാവപ്പെട്ട രോഗികളെ ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും പോയി നോക്കുക. ഒരു ടീമാണ്. ആ ടീമിൻ്റെ കൂടെ വല്ലപ്പോഴൊക്കെ ഷൈനി പോകും. അത് തന്നെയാണ് സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറഞ്ഞ് നമുക്ക് ഇവിടുന്ന് എഴുതി മേടിച്ചോണ്ട് പോയത്. പിന്നെ ആ പ്രദേശത്ത് ആർക്കെങ്കിലും അത്യാവശ്യം വന്നാൽ വിളിച്ച് പറഞ്ഞാൽ പോയി ഷൈനി നേഴ്സ് ആയതുകൊണ്ട് വല്ല പെട്ടെന്ന് ബുദ്ധിമുട്ടൊക്കെ വന്നാൽ പോയി നോക്കുക. അങ്ങനെയൊക്കെയുള്ള ബന്ധമുള്ളൂ. പിന്നെയുള്ള ബന്ധമെന്ന് പറയുന്നത് ഈ പഞ്ചായത്തും ഞാനുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് ഷൈനിക്ക് എന്തെങ്കിലുമൊക്കെ കൃഷി, ഈ ഷൈനി എപ്പോഴും കൃഷി ഭയങ്കര താല്പര്യമുള്ള ആളാണ്. അപ്പം വാഴവത്ത് കൊടുക്കും. നമ്മുടെ പഞ്ചായത്തിൽ വാഴവത്ത് വരുന്നുണ്ട്, വിവിധങ്ങളായ സസ്യങ്ങൾ വരാറുണ്ട്, പിന്നെ മുട്ടക്കോഴിയുണ്ട്. അപ്പം അതൊക്കെ വരുമ്പോൾ പുള്ളിക്കാരത്തി അപേക്ഷ പോകും, വാങ്ങിച്ചുകൊണ്ട് പോകും. അത് വൃത്തിയായി കൊണ്ടുപോയി നോക്കി മീൻ കൃഷി വരെ ചെയ്യുന്നുണ്ട്. അങ്ങനെ വിവിധങ്ങൾ 3-3.5 ഏക്കർ സ്ഥലമുണ്ട്. ഈ സ്ഥലം മുഴുവൻ പുള്ളിക്കാരത്തിയാണ് ഓരോ കൃഷി ചെയ്ത് നോക്കുകയും അതിൻ്റെ വിളവെടുക്കുകയും ഒക്കെ ചെയ്യുന്നത്. അങ്ങനെ ആ രീതി മാത്രം. BSc നഴ്സിംഗ് കഴിഞ്ഞിട്ടുള്ളൊരു ചേച്ചിയായിരുന്നല്ലോ. എന്നിട്ട് അതിനനുസരിച്ചുള്ള വിദ്യാഭ്യാസം ഉണ്ടായിട്ട് ജോലി ലഭിച്ചില്ല. അത് വീട്ടുകാർ പോകണ്ടെന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞത്. അതാണ് കാരണം സ്വന്തം വീട്ടുകാരുടെ ഈ ഷൈനിയുടെ വീട്ടുകാർ, ഭർത്താവ് അടക്കം. അതായത് ഭർത്താവ് ജോലി ഉള്ള സമയത്താണ് കല്യാണം കഴിക്കുന്നത്. ബോംബെയിൽ ജോലി ഉള്ള സമയത്താണ് കല്യാണം കഴിക്കുന്നതാണ് ഞാൻ അറിഞ്ഞത്. അതിനുശേഷം പോകണ്ടെന്ന് പറഞ്ഞു. കാരണം അതിനൊരു കാരണമുണ്ട്. ഫാദറും മദറും തന്നെയേ ഉള്ളൂ. ഇളയ അനിയന്മാർ കല്യാണം കഴിച്ചെങ്കിൽ അവർ മാറി താമസിക്കുക. തൊട്ടടുത്ത് ഒരു 2 കിലോമീറ്റർ അപ്പുറത്ത് മാറി താമസിക്കുക. അപ്പോൾ ഒരുപക്ഷെ ഷൈനി വീട്ടിൽ നിന്നാൽ മതി. തന്നെയുമല്ല, എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഈ നോബിക്ക് നല്ല സാലറി ഉണ്ട്. ഓയിൽ റിഗിലൊക്കെയാണ് ജോലി. 2-3 ലക്ഷം രൂപ മാസം സാലറി ഉണ്ട്. 3 മാസം കൂടുമ്പോൾ വരാം. അപ്പോൾ അതൊക്കെ ഉള്ളപ്പോൾ പിന്നെ ജോലി ആവശ്യമില്ല എന്ന് വിചാരിച്ചാണ്. എന്തായാലും ഷൈനിയോട് അത് ഷൈനി പറഞ്ഞിട്ടുണ്ട്, ജോലിക്ക് പോകേണ്ട, വീട്ടിൽ നിൽക്കാൻ പറഞ്ഞു. അത് പുള്ളിക്കാരത്തേക്ക് ബുദ്ധിമുട്ടുമില്ലായിരുന്നു. പക്ഷേ ഏതോ ഒരു സമയത്ത് വീണ്ടും ഇതുപോലെ ഷൈനിക്ക് ഒരു ചാൻസ് വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അത് പോകേണ്ട വീട്ടിൽ. അപ്പോഴത്തേനും ഫാദറിന് പറ്റിയല്ലാതെയായി. ഈ പറഞ്ഞ ക്യാൻസർ പേഷ്യൻ്റാണ്. അങ്ങനെ നിന്നു. അതിനുശേഷം ഞാനിങ്ങനെ പെട്ടെന്ന് അറിയാൻ സാധിച്ചു ഇറ്റലിക്ക് പോകാൻ നോക്കുന്നുണ്ട്. ഞാൻ അത് ചോദിച്ചിരുന്നു. ഷൈനിക്ക് ഇറ്റലിക്ക് പോകുന്നത് പേപ്പറൊക്കെ ശരിയാകുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഷൈനോട് പറഞ്ഞത് അത് ഇല്ല, ഞാൻ പോകുന്നില്ല എന്നിങ്ങനെ പറഞ്ഞു. അപ്പം ഷൈനി ചെറിയ വാക്കുകളിൽ പറഞ്ഞ് അങ്ങ് അവസാനിപ്പിക്കുക. പിന്നെ നമുക്ക് താല്പര്യമില്ലാത്തത് അങ്ങോട്ട് ചോദിക്കേണ്ട കാര്യമില്ല. കൂടാതെ അതാണ് ഷൈനി പല സമയത്തും അത് പറയാൻ താല്പര്യപ്പെടുന്നില്ല. ഈ അവിടുന്ന് പോകുന്നതിന് ശേഷവും ഞാൻ കേട്ടറിവേ ഉള്ളൂ. പരാതിയായി കൊടുത്തപ്പോഴും പറഞ്ഞു ഷൈനിയുടെ ഫാദറിനോടെ പേരുണ്ടെങ്കിൽ ഞാൻ ഒപ്പിടില്ല എന്ന് പറഞ്ഞു. കാരണം അത് പറ്റിയാതിരിക്കുന്ന മനുഷ്യനാണ് എന്ന് പറഞ്ഞെന്നാണ് ഞാൻ കേട്ടത്. കുടുംബത്തെയും നോബിയെയും സംരക്ഷിക്കുക. അതുപോലെ തന്നെ ഞാൻ ഇപ്പം ഏറ്റവും അടുത്ത ദിവസം കേട്ടത് നോബി ഒരു കാര്യമില്ല വന്ന് അഴിക്കുകയും പുള്ളിക്കാരി താഴെ വീണപ്പോൾ ഉപദ്രവിക്കുകയും ചെയ്തപ്പം ഒരു ചേച്ചി, അതായത് ഇവിടെ റിലേഷൻപ്പെട്ട ചേച്ചി എൻ്റെ വീട്ടിലുണ്ടായിരുന്നു. നീ എന്താ കാണിക്കണമെന്ന് ചോദിച്ചപ്പോൾ ഷൈനി പറഞ്ഞ വാക്ക്, ചേച്ചി ഒന്നും പറയണ്ട, നോബി എന്നെ കൊല്ലുവാണെ കൊന്നോട്ടെന്നാണ് പറഞ്ഞത്. ചേച്ചി അതിനകത്ത് അതായിരുന്നു പുള്ളിക്കാരത്തി സ്വഭാവം. നിഷ്കളം എന്ന് പറഞ്ഞാൽ ഒന്നും പറയാനും താല്പര്യമില്ല. അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കണം ഇപ്പം ഈ റെയിൽവേ പാളത്തിലേക്ക് പോയപ്പോഴും ഒരു കുറിപ്പ് പോലും എഴുതി വെക്കാതെ പോയത്. കാരണം അത് ഒരു നല്ല സെൻസിന്റെ ലക്ഷണമാണ്. ആരെങ്കിലും ഇപ്പം അതിനകത്ത് ഇൻവോൾവ് ഉണ്ടെങ്കിൽ തന്നെ പശ്ചാത്തപിക്കട്ടെ, അല്ലെങ്കിൽ കാലം തെളിയിക്കട്ടെ എന്ന് വിചാരിച്ച് പോയത്. അല്ലെങ്കിൽ ഒരു 4 ലൈൻ നല്ല ദൈവഭക്തിയും കർഷകയും നല്ലൊരു കുടുംബനാഥിയായിരുന്നു ഈ ഷൈനി. ഞങ്ങളുടെ എല്ലാവരും, ഇതെന്നെ മാത്രമല്ല ആ പ്രദേശത്തുള്ള എല്ലാവരും അത് തന്നെ പറയും. ഞങ്ങൾക്കുള്ള അനുഭവമൊക്കെ അങ്ങനെയാണ്. പിന്നെ വീട്ടിനുള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ ഒന്നെങ്കിൽ ഷൈനി പുറത്ത് പറയണം, അല്ലെങ്കിൽ വീട്ടുകാർ പറയണം. ഞാൻ ഇങ്ങനെയൊക്കെ സംഭവം അറിഞ്ഞപ്പോൾ ഒരു ദിവസം വീട്ടിൽ ചെന്ന് ഞാനിങ്ങനെ യാദർശ്യം ഒരു സാധനം ചോദിച്ചതാണ് ഷൈനിയുടെ ഫാദറിനോട്. അതായത് ഫാദറിനോട് ചോദിച്ചു, ഗ്രാമസഭയുണ്ട് ഷൈനിയെങ്കിലും പറഞ്ഞുകൂടാതെ. ഷൈനി ഇവിടെ ഇല്ല എന്ന് പറഞ്ഞു പുള്ളി അങ്ങ് അവസാനിപ്പിക്കുക ചാപ്റ്റർ.
അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആർക്കൊന്നും അറിയാൻ പറ്റിയില്ല. പക്ഷേ ആൾ പോയി മരണത്തിന് ശേഷമാണ് ഇത്രയും സംഭവമായത്. ഈ ദാരുണമായ ഒരു മരണമായതുകൊണ്ട് ജനം അത് ഏറ്റെടുത്തപ്പോൾ അത് ഭയങ്കരമായിട്ട് ആളുകൾക്ക് അത് ബുദ്ധിമുട്ട് തോന്നി. ഷൈനി പോയപ്പോൾ പോലും ഇത്രയും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. 9 മാസമായി പോയിട്ട്. ഇപ്പൊ ചിലപ്പോ പരാതി ഒന്നും കൊടുക്കാത്തത് ഇങ്ങനെ ഒരു അച്ഛനുള്ളതും പിന്നെ അദ്ദേഹം ഒരു വക്കീലായതുകൊണ്ടും ഒരു കേസുകളും മുമ്പോട്ട് പോകില്ല എന്ന് അവർക്ക് ഉറപ്പുണ്ടാവായിരിക്കും. അല്ല, ആദ്യം ഷൈനിക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഷൈനിക്ക് എന്തെങ്കിലുമൊക്കെ, അതായത് ഷൈനി ഞാൻ പറഞ്ഞല്ലോ, കുടുംബശ്രീയിൽ നിന്ന് ലോൺ എടുത്തപ്പോൾ എന്നോട് സംസാരിച്ച് പറഞ്ഞു, എനിക്ക് പണി കിട്ടുവാണെങ്കിൽ കുറച്ച് അടച്ചോളാം, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കേസ് നിൽക്കുന്നുണ്ട്, ഡിവോഴ്സ് പ്ലസ് പിള്ളേർക്കുള്ള ആനുകൂല്യം, അപ്പോൾ അത് കിട്ടുമ്പോൾ അതിൽ നിന്ന് കൊടുക്കാമെന്ന് പറഞ്ഞു. ഇത് 3-4 മാസമായിട്ടും കേസ് എങ്ങും പോകുന്നില്ല. കേസ് ഒരു സമൻസ് പോലും ഒരു കൈപ്പറ്റുന്നില്ലായിരുന്നു എന്നേ അറിയാം. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ അതുകൊണ്ടൊന്നും മുമ്പോട്ട് പോകാൻ പറ്റില്ല എന്ന് തോന്നുന്നു കാണും. ആദ്യമൊക്കെ നമ്മൾ ഇറങ്ങിപ്പോയപ്പോൾ പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നായിരിക്കും. പിന്നെ ജോലി കിട്ടുമെന്നൊരു നല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നു. അതുകൊണ്ട് എൻ്റെ അടുത്ത് തന്നെ വന്നാണ് ഈ പാലിയേറ്റീവിന് പോയതിന് സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചുകൊണ്ട് പോയത്. അതൊന്നും പ്രയോജനം ചെയ്തില്ല. ആ ഗ്യാപ്പ് ഒരു മെയിൻ ഘടകമായിരുന്നു. പിന്നെ മറ്റെന്തൊക്കെയാണെന്ന് അറിയില്ല, ആളുകൾ പല കാര്യങ്ങളും പറഞ്ഞു, നമുക്ക് അറിയില്ല. എന്തായാലും പണി കിട്ടിയില്ല. അവസാനം കിട്ടിയത് ഈ പാലിയേറ്റീവില്ല. അത് ഷൈനയുടെ ഭാഗത്ത് തന്നെ പരാതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ അതും ഇല്ലാതെയായി. അവരുടെ അച്ഛനെ കുറിച്ചിട്ടാണെങ്കിലും അവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, അവരുടെ വീട്ടിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. എങ്ങനെയാ അവരുടെ വീട്? അല്ല, അവരുടെ വീടിന് പ്രശ്നങ്ങളുണ്ട് എന്ന് എനിക്കറിയില്ല. കാരണം അവിടെ പ്രശ്നം ഉണ്ടാക്കാൻ ആരുമില്ല. ഈ ഷൈനിയും അല്ല, ഇവരിപ്പോ ഇറങ്ങിപ്പോയത് ഒരു 4 മണി 4:30 അപ്പൊ ആ സമയത്ത് ഇവരാരും ചോദിക്കാനും പറയാനും ആരും ഉണ്ടായിരുന്നില്ല. അല്ല, അത് ഞാൻ ചോദിച്ചായിരുന്നു. ഞാൻ ചെന്നപ്പോൾ അതായത് ഷൈനിയും പിള്ളേരോട് രാവിലെ, അതായത് ഇവരെല്ലാം വേറെ വേറെ മുറികളിലാണ് കിടക്കുന്നത്. അപ്പോൾ ആ മുറി തുറക്കുന്നതും വീട് തുറക്കുന്നതും പുറത്തേക്ക് ഗേറ്റ് തുറക്കുന്നതും സൗണ്ട് കേട്ടു. അപ്പം ഞാൻ ചോദിച്ചപ്പോൾ സാധാരണ ആൾ എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നതാണ്, പള്ളിയിൽ പോയതാണെന്നാണ് അവർ വിചാരിച്ചതെന്നാണ് ഈ ഫാദർ എന്നോട് പറഞ്ഞത്. ഞങ്ങളോട് ഇന്ന് പറഞ്ഞു, പള്ളിയിൽ പോയതാണെന്ന് ഞങ്ങൾ വിചാരിച്ചു, സമയത്ത് തിരിച്ച് വരാത്തപ്പോഴാണ് നമ്മൾ അന്വേഷിച്ചതെന്ന് പറഞ്ഞു. അത് ഈ പറഞ്ഞാൽ അദ്ദേഹത്തിനൊരു ഉത്തരവാദിത്വക്കുറവ് തീർച്ചയായിട്ടും ഉണ്ട്. അതായത് ആ ഫാദറിന് ഒരു നിരാലംബയായ ഒരു സ്വന്തം മകൾ 2 കുട്ടികളുമായിട്ട് തിരിച്ചു വന്നപ്പോൾ അവരെ സംരക്ഷിക്കുവാനും അതിന് മോറൽ സപ്പോർട്ട് കൊടുക്കുവാനും ഒക്കെ ഉള്ളൊരു ഉത്തരവാദിത്വം അദ്ദേഹം ചെയ്തിട്ടില്ല, ഒരു സംശയം വേണ്ട. അതായത് പല ഹോസ്റ്റലുകളിലും ചെന്നപ്പോൾ നിർത്താൻ പറ്റാത്തതിൻ്റെ ഒരു കാര്യം, ഒരു ലോക്കൽ ഗാഡി പോലും ഇവർക്ക് കൊടുക്കാനില്ല. ഷൈനി ഇല്ല, ഭർത്താവില്ല. അപ്പോൾ 2 കൊച്ചു കുട്ടികളാണല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളെ മനസ്സായിട്ട് ചിന്തിക്കേണ്ടത് ആ പിതാവെന്ന് പറയുന്നത് വലിയ പ്രായമുള്ള ആളൊന്നുമല്ല, ഏറ്റു കിടക്കുന്നൊക്കെ ആളാണ്. അപ്പോൾ അവരെ കൂടെ കൂട്ടിക്കൊണ്ട് പോയാലേ അവരുടെ കൂടെ പോയി അവിടെ അങ്ങനെ ഒരു സ്ഥാപനം ഉണ്ടെങ്കിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഞാനാണ് ലോക്കൽ ഗാഡി, കൊച്ചൻ്റെ വല്യപ്പനാണ് എന്ന് പറഞ്ഞു കൊടുത്തുകൊണ്ട് അവിടെ നിൽക്കാമായിരുന്നു. അത് കൊണ്ടുപോയില്ല, പോയുമില്ല. അപ്പോൾ എന്താണ് കാരണം നമുക്കറിയില്ല. പിന്നെ അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ നിന്ന് നമുക്ക് അങ്ങനെ വലിയൊരു ബുദ്ധിമുട്ടോ ഫീലിങ്സോ നമുക്ക് ആയില്ല. ഒരു മകൾ മരിച്ച് 2 പിള്ളേർ മരിച്ചു. ഈ വാർത്ത കേട്ടതും ആ മരണത്തിൻ്റെ സാഹചര്യം വിസ്തീരിച്ച് കേട്ടവരൊന്നും കരയാത്തവരാരുമില്ല, ഒരു മനുഷ്യൻ പോലും ഇല്ല. ഇപ്പോഴും എനിക്കും കൊണ്ട് വിഷമം. അതായത് 2 കുട്ടികളെയും ആ ലോക്കോ പൈലറ്റ് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ പുള്ളി ഇപ്പോഴും കൗൺസിലിങ് പ്ലസ് 6 മാസം ലീവ് എടുത്തുന്നാകട്ടെ. ഒന്നാന്തരം ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരു പുരുഷനാണ്. അദ്ദേഹത്തിന് പോലും ആ സീൻ കാണാൻ പറ്റിയില്ല. അത് പറഞ്ഞാൽ 3 പേരോട് കെട്ടിപ്പിടിച്ചിരിക്കുന്ന സീൻ. അപ്പോൾ അത് മാധ്യമങ്ങളിലൂടെയൊക്കെ വരുമ്പം ഒരു മനുഷ്യനും ഉറങ്ങാൻ പറ്റുന്നില്ല. അപ്പം അത്രയും ഒരു ബുദ്ധിമുട്ടൊന്നും ഈ ഷൈനയുടെ ഫാദറിൻ്റെ വീട്ടിൽ ഞാൻ കണ്ടില്ല. അതിൻ്റെ ഒരു 10-11 പേർ, 2 ആങ്ങളമാർ വന്നു, അടക്കം കഴിഞ്ഞ് അല്ലെങ്കിൽ സംസ്കാരം കഴിഞ്ഞാൽ പിറ്റേ ദിവസം അവർ പോയി എന്ന് പറഞ്ഞു, കാണാൻ പോലും പറ്റില്ല. അതെന്താണ് പറ്റിയെന്ന് അന്വേഷിക്കാൻ അവർ നിന്നില്ല. അല്ല, പക്ഷേ നോബി അവിടെ കരച്ചിലൊക്കെയാണെന്നാണ് ഞാൻ കേട്ടത്. അങ്ങനെ ഞാൻ കേട്ടായിരുന്നു. ഭാവവ്യത്യാസം നോബി നന്നായിട്ട് കരയുന്നത് ഞാൻ കണ്ടു. അതെവിടെ അറിയാമോ, അവിടെ വീട്ടിൽ ചെന്നപ്പം ആളുകൾ ഭയങ്കര വയലൻ്റായി. അപ്പം അതൊക്കെ കണ്ട് കരഞ്ഞ് ഞാൻ കണ്ടു. അത് പിന്നെ ഞാൻ അടുത്ത ദിവസം എവിടെ അറിഞ്ഞു, ജയിലിൽ ചെല്ലുമ്പോഴും അവിടെ കിടന്ന് കരയുക. പക്ഷെ അത് നോബിക്ക് കരയാൻ, നമുക്ക് നോബിയെ സംബന്ധിച്ചിടത്തോളം അല്ല തന്നെയല്ല ആ ഫീലിങ്സ് എന്ന് പറയുന്നത്. ഇപ്പം നോബി ഒരു മദ്യപാനി ആയിരുന്നു എന്നുള്ളത് ശരിയാണ്. പക്ഷെ പുറത്ത് ആൾക്കാരുടെ ശല്യമൊന്നും ഇല്ലായിരുന്നു. മദ്യം കഴിച്ചിട്ട് എന്തിൻ്റെ പേരിലാണ് ഷൈനിക്ക് തല്ലുന്നതെന്ന് അറിയത്തില്ല. പക്ഷേ അതിലെന്ത് സുഖവും സന്തോഷമാണ് കണ്ടെത്തിയെന്നും അറിയത്തില്ല. പിന്നെയും പുള്ളി വീണ്ടും ജോലിക്ക് പോകും. ഷൈനി ഇതുപോലെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കും. പിന്നെയും വരും, ഇങ്ങനെയൊക്കെ തുടർന്നുകൊണ്ടിരിക്കുമായിരുന്നു. ഷൈനിക്ക് പോകാനും ഒട്ടും താല്പര്യമില്ലായിരുന്നു. അത് പലരോടും പറഞ്ഞിട്ടുണ്ട്. എന്ത് വന്നാലും ഞാനിവിടുന്ന് പോവില്ല, എൻ്റെ ഈ വീട്ടിൽ ഞാൻ നിൽക്കുമെന്ന് ഷൈനിക്കോട് തീർച്ചയായും. അതിനൊരു കാരണം കാണും, അവിടുത്തെ സാഹചര്യം അറിയാമല്ലോ. 10-12 വയസ്സുള്ള 2 പെൺപിള്ളേരുമായിട്ട് ചെന്ന് കഴിഞ്ഞാൽ ആ ഫാദറിന് സ്വന്തമായ വരുമാനമൊന്നുമില്ല. ഇങ്ങനെ ആൾക്കാരൊക്കെ മക്കളൊക്കെ വെളിയിലുണ്ടെങ്കിലും ഒന്നുമില്ല. അതുകൊണ്ട് എല്ലാം അറിയാവുന്നത് കൊണ്ട് എല്ലാം മനസ്സിലൊതുക്കി എനിക്കിട്ട് 2 തല്ല് കിട്ടിയാലും അല്ലെങ്കിൽ എന്ത് ഉപദ്രവിച്ചാലും എൻ്റെ ഭാഗത്തു നിന്ന് ശരിയായതുകൊണ്ട് ഞാൻ പോകുമെന്നാണ് വിചാരിച്ചത്. അന്നും ആ അവസാനത്തെ വഴക്കിൽ അവരുടെ സ്വന്തക്കാരായ ആളുകൾ ആ വീട്ടിലുണ്ടായിരുന്നുകൊണ്ടും കണ്ടതുകൊണ്ടും അവിടെ പോയി പറഞ്ഞതുകൊണ്ടുമാണ് വിളിച്ചിട്ട് പോയത്. പിന്നെ വിളിച്ചും പറഞ്ഞു, കൊണ്ടുപോകാൻ പറഞ്ഞു. അവിടെയാണ് പിന്നെ മോശമായി വന്നത്.
ഇതെല്ലാം കഴിഞ്ഞിട്ടും ഷൈനി പിടിച്ചു നിൽക്കുമെന്നും ഷൈനിക്ക് എവിടെയെങ്കിലും ജോലി കിട്ടി പോകുമെന്നും ഒക്കെ വിചാരിച്ചുകൊണ്ടിരുന്നതാണ്. പക്ഷെ അത് റെയിൽവേ ട്രാക്കിലേക്കാണ് പോയത്. അവസാനം അവിടെ കൊണ്ടുവന്നു. അതിന് ആ തലേദിവസത്തെ കാര്യമാണ് നമുക്ക് ശരിക്കും ഒന്ന് അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. എന്താണ് അവിടെ സംഭവിച്ചത്? ഒരിക്കലും അതിനകത്ത് വേറെയും കാര്യമുണ്ടെന്ന്. അതായത് ഷൈനി 2 പിള്ളേരെയും കൂടെ കെട്ടിപ്പിടിച്ച് 3 പേരോട് നിൽക്കുകയായിരുന്നു. അതിനൊരു വലിയ മീനിങ് ഉണ്ട്. ഇതിലാരും രക്ഷപ്പെടരുത്. കാരണം ഈ ട്രെയിൻ വന്ന് തട്ടുമ്പോൾ ഒരു കൊച്ചി തെറിച്ച് കാലൊടിഞ്ഞ് പോയി കിടന്നാൽ ആ കൊച്ചിനെ നോക്കാൻ ആരും നോക്കുമെന്നൊരു ധാരണ ഉണ്ടാവും. ഷൈനിക്ക് എന്തെങ്കിലും പറ്റിയാലും പിള്ളേർക്ക് എന്തൊരു ധാരണ. അങ്ങനെ ഒരു കാരണവശാലും 100% നമ്മൾ രക്ഷപ്പെടാൻ ലോക്കോ പൈലറ്റിൻ്റെ കാര്യത്തിൽ അതങ്ങനെയാണ്. 3 പേരും കൂടെ കെട്ടിപ്പിടിച്ച് നിൽക്കുക. അതാണ് ആളുകളെ വേദനിപ്പിക്കുന്ന ഒരു ഭാവം. നമുക്കിപ്പോ മാനസികപരമായിട്ടുള്ള ഒരു വിഷമം എന്ന് പറയുന്നത് അത് ശാരീരികപരമായിട്ടുള്ളതിനേക്കാൾ കുറച്ച് കൂടുതലാണ്. അപ്പൊ ആ ഒരു സമയം എന്ന് പറയുമ്പോൾ അത് ഭയങ്കര, കുട്ടികൾക്കാണെങ്കിലും ഷൈനിയാണെങ്കിലും അനുഭവിച്ച ഒരു വേദന നമ്മൾ ആരും അനുഭവിച്ചിട്ടുണ്ടാവില്ല ആ ഒരു സാഹചര്യത്തിൽ. അല്ല, ആ വേദനയുടെ കാഠിന്യം മനസ്സിലാകണമെങ്കിൽ ഇന്നലെ ഞാനൊരു സ്ത്രീ ഇതുപോലെ ആത്മഹത്യ ചെയ്യാൻ പോയത് കൊച്ചു കയ്യെ പിടിച്ച് വെച്ച് അമ്മയെ ട്രെയിനിന്റെ ഒച്ച കേട്ടപ്പോൾ പേടിയാവണമെന്നും പറഞ്ഞ മെസ്സേജ് വന്നായിരുന്നു. ഞാൻ കണ്ടായിരുന്നു. ആ സ്ത്രീ ഇതുപോലെ 32 വർഷം 2 പിള്ളേരെ കൊണ്ട് ആത്മഹത്യ. പക്ഷെ കൊച്ചിന് 5 വയസ്സ് മൂത്തതിനുള്ളൂ. ട്രെയിനിങ് വരാറായപ്പോഴത്തേനും കൊച്ചു കയ്യെ മുറക്കെ പിടിച്ചിട്ട് അമ്മയെ എനിക്ക് പേടിയാവുന്നേന്ന് പറഞ്ഞ് കാറി. അതിന് തിരിച്ചു പോകുന്നു. ഇപ്പം നല്ല കുടുംബമായിട്ട് കഴിയുന്നുണ്ട്. പക്ഷെ ഒരു അനക്കവുമില്ലാതെ തലകൊലുക്കി പോലും നോക്കാതെ ഈ 3 പേരും കൂടെ ഒന്നിച്ച് കെട്ടിപ്പിടിച്ച് നിൽക്കണമെങ്കിൽ അവരുടെ മാനസിക സംഘർഷം നമുക്കൊന്ന് മനസ്സിലാക്കാവുന്നതാണ്. സാധാരണ ഏറിപ്പോവും. ഇനി ഷൈനിയുടെ മാനസികം പോട്ടെ, പക്ഷെ പിള്ളേരും അതിനോട് കോപ്പറേറ്റ് ചെയ്തു. അമ്മയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അവർ നിന്നു. നമ്മളിപ്പോൾ നിൽക്കുന്നത് തൊടുപുഴ ചുങ്കം ജ്ഞാനായ പള്ളിയുടെ മുമ്പിലാണ്. ഇവിടെയായിരുന്നു ഷൈനിയും 2 കുഞ്ഞുങ്ങളെയും അവസാനമായിട്ട് നമ്മൾ കണ്ടത്. ഇവിടുത്തെ പള്ളിയുടെ സെമിത്തേരിയിലായിരുന്നു അവരെ അടക്കം ചെയ്തത്. കുടുംബ കല്ലറയിലാണ് അടക്കം ചെയ്തിരിക്കുന്നത്. നമ്മളെല്ലാവരെയും, നമ്മുടെ ഈ കേരള സമൂഹത്തെ എല്ലാവരെയും ഞെട്ടിച്ചൊരു വാർത്ത കൂടിയായിരുന്നു ഷൈനിയും 2 മക്കളും ആത്മഹത്യ ചെയ്ത സംഭവം എന്ന് പറയുന്നത്. അതിനകത്ത് ഒരുപാട് ആരോപണങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. ഇപ്പോഴും അതിനകത്തൊരു ഉത്തരം നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. അതിൻ്റെ എല്ലാ വിശദമായ പരിശോധനയിൽ തന്നെയാണ് അധികൃതർ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അവസാനമായി ഒരു നോക്ക് പോലും ആ കുഞ്ഞിന്, മകനായ ആ കുഞ്ഞിന് കാണാൻ പറ്റിയില്ല എന്നുള്ളൊരു സങ്കടകരമായ വാർത്ത കൂടി നമുക്ക് മനസ്സിലാവുന്നതാണ്.